കോഴിക്കോട് രാമനാട്ടുകരയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കളക്ഷൻ പണം ചിലർ തട്ടിയെടുത്തെന്ന് ഇയാൾ പരാതി നൽകിയിരുന്നു. ഇതിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോഴാണ് പോലീസ് മർദ്ദിച്ചത്. പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കളക്ഷൻ ഏജന്റായ പോരൂർ സ്വദേശി അനന്തുവിന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ മാസം 31-നാണ് കളക്ഷൻ തുക നഷ്ടപ്പെട്ടത്. പണമിടപാട് സ്ഥാപനത്തിൽ അടയ്ക്കാനായി കൊണ്ടുവന്ന 60,000 രൂപ ബൈക്കിലെത്തിയ സംഘം രാമനാട്ടുകര വെച്ച് മുളകുപൊടി വിതറി കവർന്നതായി അനന്തു പരാതി നൽകിയിരുന്നു. മൊഴിയെടുക്കാനായി ഫറോക്ക് പോലീസ് അനന്തുവിനെ വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഇന്നലെ പോയപ്പം സ്ക്വാഡായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തത് ഫറോക്ക് സ്റ്റേഷനിൽ. അപ്പോൾ കയ്യിൽ പെന്നിട്ട് പിടിച്ച് കാല് രണ്ട് സൈഡിലെയും ചുമരിനെടുത്തിച്ച് വലിച്ചു പിടിച്ച് പിന്നീട് പോലീസ് തന്നെ ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് അനന്തുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 മണിക്ക് ഇവനെ ഈ ചുമരുമ ചേർത്ത് നിർത്തിയിട്ട് കാല് രണ്ടും ഇവർ വൈഡാക്കിയിട്ട് തല ഇങ്ങനെ അടിച്ച് ചുമരിന് അങ്ങനെ അടിച്ച് അപ്പോൾ ഇവന് ബോധം കെട്ടിവയ്ക്കുന്നു. അപ്പോൾ ഇവനെ തൂക്കി കൊണ്ടുവന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ ഇവർ ഇന്നെ ചോദ്യം ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഒരു ഉണ്ടാക്കിയാൽ ഞാനിത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പണം തട്ടിയെടുത്തുന്ന അനന്തുവിന്റെ പരാതിയും മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഫറോക്ക് പോലീസിന്റെ വിശദീകരണം. മർദ്ദിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.